എത്രയധികം പിന്നെ ക്രിസ്ത്യൻ നേതാക്കളുണ്ട് CPM-ൽ അല്ലേ? എത്രയധികമുണ്ട്. എന്നിട്ട് ആ പാർട്ടിയുടെ മുഖത്ത് നോക്കിയാണ് ഈ എന്താ പറയുക, ഈ മണ്ട ശിരോമണി എന്ന് ഞാൻ പറയുകയാണ്. എന്നെ ലൂക്കോസ് എന്നുള്ള പേര് എനിക്കുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. അത് കേൾക്കണം ഇവർ. എൻ്റെ പേര് റെജി ലൂക്കോസ് എന്നായതുകൊണ്ടാണ് എനിക്ക് ഈ പാർട്ടിയിൽ ഒരു സ്ഥാനവും നൽകാതിരുന്നത്. എന്നെ പിന്നെ എനിക്ക് എവിടെയെങ്കിലും പ്രവർത്തിക്കാനോ എൻ്റെ പാർട്ടിയുടെ ഔദ്യോഗിക വക്താവായി എന്നെ വെക്കാതിരുന്നത് അതുകൊണ്ടാണ് എന്നാണ്. പാലക്കാട് പെട്ടെന്നൊരു ദിവസം കയറി തൊട്ടടുത്ത ദിവസം പാർട്ടിയിലേക്ക് വന്ന ഒരാളെ അവിടെ വക്താവായി വെച്ചു. എന്നെ ഇത്രയും കാലമായിട്ട് എന്നെ വക്താവായി ലൂക്കോസ് എന്നുള്ള പേരുള്ളതുകൊണ്ടാണ്. ആ വർഗീയത ഇത്രയും കാലം ഉള്ളിൽ പേറിക്കൊണ്ടാണ് ഇയാൾ ഇടതുപക്ഷത്തിന് മുഖമായി ചാനലുകൾ ഇരുന്നത് എന്ന് ഇവർ മനസ്സിലാക്കട്ടെ. ഇത്രയും വർഗീയമായ ഈ CPM-ൽ ഏതെങ്കിലും ഒരു ഒരു നേതാവിനെ അല്ലെങ്കിൽ ഒരു പ്രവർത്തകനെ അയാളുടെ മതം കണ്ടിട്ട് ഉയർത്താതിരിക്കുകയോ താഴ്ത്തുകയോ ചെയ്യുമോ? എത്രയധികം ക്രിസ്ത്യൻ നേതാക്കളുണ്ട് CPM-ൽ അല്ലേ? എത്രയധികമുണ്ട്. എന്നിട്ട് ആ പാർട്ടിയുടെ മുഖത്ത് നോക്കിയാണ് ഈ എന്താ പറയുക, ഈ മണ്ട ശിരോമണി എന്ന് ഞാൻ പറയുകയാണ്. എന്നെ ലൂക്കോസ് എന്നുള്ള പേര് എനിക്കുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. അത് കേൾക്കണം ഇവർ. അത് നിഷാദ് പറഞ്ഞതുപോലെയാണ്. എന്ത് കണ്ടിട്ടാണ് ഇത്തരം ആളുകളെ പാർട്ടിയുടെ മുഖങ്ങളായിട്ട് അവിടെ അപ്പോൾ പറയുന്നു ഞങ്ങളത് കണ്ടിട്ടില്ല, ഞങ്ങളുടെ വക്താവായിട്ട് ഞങ്ങൾ വെച്ചതല്ല. ഈ മനുഷ്യനെയാണല്ലോ കോട്ടയത്തെ ജില്ലാ സമ്മേളനത്തിൽ 2 തവണ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചത്. എന്ത് കപ്പാസിറ്റിയിൽ? സാംസ്കാരിക രംഗത്ത് നിന്നുള്ള പ്രതിനിധി എന്ന നിലയിൽ എന്ത് സംസ്കാരമാണ് ഇയാൾ പ്രചരിപ്പിക്കുന്നത്? ഇന്നിപ്പോൾ ഇയാൾ ഇന്നത്തെ ദിവസം ഇയാൾ ആളുകളുടെ മുഖത്ത് ആളുകളോട് പറയുന്ന സംസ്കാരം ആണ് അന്നും ഉണ്ടായിരുന്നത് എന്നതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ അന്ന് തൊട്ട് ഇന്നേ വരെ അയാൾ എന്തെങ്കിലും പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഇന്നിതിങ്ങനെയായിരിക്കുമോ? 2021 ഏരിയ സമ്മേളനത്തിൽ സാംസ്കാരിക സമ്മേളനത്തിലെ മുഖ്യ പ്രഭാഷണം റെജി ലൂക്കോസ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ പിന്നെ എന്താണ് ഇവർ പറയുന്നത്? ഞങ്ങളുടെ ആളെയല്ല മെമ്പർഷിപ്പ് ഒക്കെ സാങ്കേതിക ഞങ്ങളുടെ ആളായിട്ട് ഏരിയ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരാളെ ഇവരെങ്ങനെയാണ് ഞങ്ങളുടെ ആളെയല്ല, ഞങ്ങൾക്കറിയില്ല എന്ന നിലയിൽ പറയുന്നത്? അപ്പോൾ ഇതൊക്കെ ഒരു പൊയ്മുഖങ്ങളാണ്. ഇതൊക്കെ മനുഷ്യർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് എന്നിവർ ആദ്യം മനസ്സിലാക്കട്ടെ. നമ്മളെല്ലാവരും ഇപ്പോൾ കാണുന്ന ഒരു ഇടതുപക്ഷമുണ്ട് അല്ലേ? ആ ഇടതുപക്ഷത്തെക്കുറിച്ചുള്ള ഒരു മിനിമം ലെവലിലുള്ള ഒരു സംഗതിയെങ്കിലും നമുക്ക് കാത്തു സൂക്ഷിക്കാൻ ബാക്കിയുണ്ടാവട്ടെ എന്നാണ് നമുക്ക് തോന്നുന്നത്.